പാതിരവായി നേരം പനിനീർ കുളിരമ്പിളി എന്റെ മനസ്സിന്റെ മുറ്റും മെലിന്തി നിന്നുറങ്ങാതലയുന്നു നീ. ആരിരം രാരം പാടി കടിഞ്ഞൂൽ കനവോടെ താഴെ തണുപ്പിന്റെ കിക്കിളിപ്പായയിൽ ഉറങ്ങാതൊരുകുന്നു ഞാൻ. കൊഞ്ചലുമായി പമ്മി പതുങ്ങി വന്നു കിളിവാതിലിലൂടെ കിന്നരക്കാറ്റിന്റെ കാതിൽ ഉന്നരം ഞാനൊന്നു ചൊല്ലി. കിന്നരക്കാറ്റിന്റെ കാതിൽ ഉന്നരം ഞാനൊന്നു ചൊല്ലി. നിന്നെ ഉറക്കാൻ ഞാൻ ഉണർന്നീരാവിനു കൂട്ടിരുന്നേ. പാതിരവായി നേരം പനിനീർ കുളിരമ്പിളി എന്റെ മനസ്സിന്റെ മുച്ചുമെലെന്തി നിന്നുറങ്ങാതൊരുകുന്നു നീ. മഞ്ഞു പൊതിഞ്ഞ മോഹം മിഴിമൂടിയ നാണം മിന്നിലൊതുങ്ങി നിന്നേ എന്നെ ഞാനും മറന്നേ. ഗോവണി താഴത്തു വന്നേ ദാവണി സ്വപ്നവും കണ്ടേ. ഗോവണി താഴത്തു വന്നേ ദാവണി സ്വപ്നവും കണ്ടേ. നിന്നെ ഉറക്കാൻ ഞാൻ ഉണർന്നീരാവിനു കൂട്ടിരുന്നേ. പാതിരവായി നേരം പനിനീർ കുളിരമ്പിളി എന്റെ മനസ്സിന്റെ മച്ചുമേലെന്തി നിന്നുറങ്ങാതൊരുകുന്നു നീ. ആരിരം രാരം പാടി കടിഞ്ഞൂൽ കനവോടെ താഴെ തണുപ്പിന്റെ കിക്കിളിപ്പായയിൽ ഉറങ്ങാതൊരുകുന്നു ഞാൻ. നൈസ് മോളോ. ദേവു ചേച്ചി എന്തുപറ്റി പെട്ടെന്ന് ശ്വാസം അല്ലേ? എനിക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുഴപ്പമുണ്ടായിട്ടില്ല. ആ ഹൈ നോട്ടില്ല അത് വന്ന് പിന്നെ പല്ലവിയിലേക്ക് എത്തുമ്പോൾ ബ്രീത്ത് ഭയങ്കര പ്രശ്നമായി. പിന്നെ ആ ഒരു അത് അവിടെ എത്താൻ പറ്റുന്നില്ല. സാരില്ല, നമുക്ക് ചോദിക്കാം. ചേച്ചി ദേവിക ചേച്ചി ഒന്ന് ചിരിച്ചേ, നന്നായി പാടി. മോളെ ആദ്യം പാട്ടിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു. ഇത് വിയറ്റ്നാം കോളനി എന്ന് പറയുന്ന മൂവിയിലെ സോങ് ആണ്. മ്യൂസിക് ചെയ്തത് എസ് ബാലകൃഷ്ണൻ സർ, ലിറിക്സ് ബിച്ചു തിരുമല സർ, പാടിയത് മിൻമിനി മാം. ബ്യൂട്ടിഫുൾ. ആദ്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ചക്കര മിനി ചേച്ചിയെ പറ്റിയാണ്. മിൻമിനി ചേച്ചി ഇത്ര സ്വീറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി, അതുപോലെ മനോഹരമായിട്ടുള്ള സിംഗർ. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് മിൻമിനി ചേച്ചി. മിൻമിനി ചേച്ചിയുടെ പാട്ടുകളെല്ലാം തന്നെ സൂപ്പർ ഹിറ്റ്സ് ആണ്. മലയാളം, തമിഴ് എല്ലാ ഭാഷയിലും പാടിയിട്ടുണ്ട്. ചേച്ചിയുടെ ഒരു പാട്ട് തന്നെ കൊണ്ടുവന്നതിൽ വലിയൊരു കയ്യടി. വെരി ഗുഡ് സെലക്ഷൻ. ചേച്ചിയുടെ ഒരു വോയിസിൽ, ആ സിംഗിങ്ങിൽ ഒരു സ്റ്റൈലുണ്ട്, ഒരു ഫീൽ ഉണ്ട്. സോൾഫുൾ സിംഗിങ് ആണ്. അപ്പൊ ആ ഒരു പാട്ടിന്റെ ഫീൽ മോൾ ഉൾക്കൊണ്ടോ എന്ന് ചോദിച്ചാൽ ഉൾക്കൊണ്ടു. പക്ഷെ എന്നാൽ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു.
അത് ദേവികയ്ക്ക് തന്നെ അറിയാം അല്ലേ. ഒരു ശ്രുതി റൗണ്ട് ആയത് കൊണ്ടുള്ള ചില വേദനകൾ ഞാൻ മനസ്സിലാക്കുന്നു. അനുപല്ലവിയിലും ചരണത്തിലും ആ ശ്വാസം കൂടെ ഒന്ന് കറക്റ്റ് ആവാമായിരുന്നു. അതാ എടുത്ത പ്രശ്നം അല്ലേ, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതാണ് മെയിനായിട്ടുള്ള ഒരു പ്രോബ്ലം എനിക്ക് തോന്നിയത്. പിന്നെ മോള് മൈക്ക് ഈ പ്ലേസ്മെന്റ് ഇല്ലേ, ഒരുപാട് അടുത്ത് വെച്ച് ഹൈ പാടുമ്പോഴത്തേക്ക് ലെവല് കൂടുമ്പോൾ ഒരുപാട് അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ജാറയും ശബ്ദം. കുറച്ചൊന്ന് ദൂരെ, കുറച്ചൊന്ന് അകറ്റി വെക്കുക മൈക്ക്. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക. കാരണം ആ ഹമ്മിങ്ങിൻ്റെ സ്വീറ്റ്നെസ് രണ്ടാമത്തെ ഫ്രേസ് പാടുമ്പോഴത്തേക്ക് അത് കുറച്ച് ആ മൈക്ക് അടുത്തായിപ്പോയി. അപ്പം നമുക്ക് ആ ഒരു ഫീല് അവിടെ നഷ്ടപ്പെടും. അല്ലാതെ നന്നായിരുന്നു, നല്ലൊരു അറ്റംപ്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ മോളെ ഓൾ ദി വെരി ബെസ്റ്റ് കേട്ടോ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ശരത് സാർ. ദേവിക, സർ. നല്ല പാട്ട്, നല്ല സുഖമുള്ള നല്ലൊരു പാട്ട്, സെലക്ഷൻ വണ്ടർഫുൾ കേട്ടോ. പിന്നെ ഇതിൻ്റെ സംഗീത സംവിധായകൻ ഒരു പാവം മനുഷ്യനാണ്. എനിക്ക് പേഴ്സണലി അദ്ദേഹത്തിനെ വളരെ വളരെ അടുത്ത് അറിയാം. ഇപ്പം റെക്കോർഡർ ബാലകൃഷ്ണൻ കേട്ടോ, അദ്ദേഹത്തിനെ അങ്ങനെയാണ് നമ്മുടെ മ്യൂസിഷ്യൻസിൻ്റെ ഇടയിൽ അറിയുന്നത്. എങ്ങനെ അറിയുന്നത്? എന്തിനാ തലകുലുക്കിയത്? ഇല്ല, സാറ് പറഞ്ഞതിന്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് അങ്ങനെ ഒരു പേര് വന്നത് എന്തുകൊണ്ടാണ്? ചോദിക്ക്. അദ്ദേഹം നല്ല റെക്കോർഡിംഗ് എഞ്ചിനീയർ ആയിരുന്നു സാർ എന്നൊക്കെ ചോദിക്ക്. എന്തുകൊണ്ടാണ് സാർ അങ്ങനെ ഒരു പേര് വന്നത്? എനിക്ക് അറിഞ്ഞോ, അതെനിക്ക് അപ്പോഴേ തോന്നി. റെക്കോർഡർ എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്, കണ്ടുണ്ടോ രാജേഷേ? ഉണ്ടോ റെക്കോർഡർ ഇപ്രാവശ്യം? ആ കൈ വെച്ച് പിടിച്ചേക്കുന്നത്. എന്തെങ്കിലും ഒരു പീസ് വായിച്ച് കേൾപ്പിക്കുക. ഇത് ഭയങ്കര വണ്ടർഫുൾ. ആ ടോൺ തന്നെ എന്ത് രസമാണ്. താങ്ക് യു രാജേഷ്. അസാധ്യം. അപ്പം മോളെ ഇതൊക്കെ ചോദിക്കാനുള്ള അവസരം കിട്ടുമ്പോൾ ചോദിക്കുക കേട്ടോ. അദ്ദേഹം ഇതിൻ്റെ എക്സ്പേർട്ട് ആയിരുന്നു. അദ്ദേഹം നല്ല മ്യൂസിഷ്യനാണ്, ഒരു പാവം മനുഷ്യൻ. അദ്ദേഹം ചെയ്ത പടങ്ങളെല്ലാം ഹിറ്റാണ്. എന്നിട്ട് അദ്ദേഹത്തിന് കുറേ കണ്ടമാനം പടങ്ങൾ വന്നിട്ടില്ല. അത് എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് കുറേ സന്തോഷം അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടെടുത്ത് പാടിയതിൽ കേട്ടോ. നന്നായിട്ട് പാടി. എനിക്ക് തോന്നുന്ന എൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ട്, ദേവിക വല്ലാണ്ട് ശക്തി കൊടുത്ത പാടുന്നത് തോന്നുന്നു. അതാകുമ്പോൾ പറ്റുന്ന ഒരു കുഴപ്പം, ചിലർക്ക് നല്ലതാണ്, ചിലർക്ക് നമ്മുടെ ലോ രജിസ്റ്റർ അടഞ്ഞു പോകും. പിന്നെ ലോ പാടുമ്പോൾ കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ദേവികയ്ക്ക് ഈ ലോ പോർഷൻ എല്ലാം പല്ലവിയിൽ ശരിക്കും ആ നോട്ട് റീച്ച് ആവാണ്ടായിപ്പോയത്. ആ നോട്ടൊന്ന് പാടാമോ? പാതിരവായി നേരം പനിനീർ കുളിരമ്പിളി എൻ്റെ മനസ്സിൻ്റെ ഉറങ്ങാതെ ഒരു കോട്ടുമായിട്ട് പാടുന്നോടെ ഇരിക്കുന്നു. ആ ക്ലാരിറ്റി ഇല്ലാത്തത് നമുക്ക് ആ റേഞ്ച് അടഞ്ഞു പോയിട്ടാണ്. അപ്പൊ അത് കേക്കണ്ടേ? എപ്പോഴും ക്ലാരിറ്റി ഇല്ല. ഇങ്ങനെ ബലം പിടിക്കാതെ ഈസി ആയിട്ട് പാടണമെന്നാണ് ഞാൻ പറഞ്ഞു. ഒന്ന് നോക്കിക്കോളുക കേട്ടോ. പിന്നെ ഈ ശ്വാസം, അത് രണ്ട് സ്ഥലത്തും അതേ ആക്സിഡന്റ് സംഭവിച്ചു. അവിടെ ഒരു സ്ഥലത്ത് മുറിച്ചുകൂടെയെങ്കിൽ എന്തായിരുന്നു അത്? നിന്നെ ഉറക്കാൻ അല്ലേ? ഒന്ന് പാടാമോ? ഓക്കെ, ഇതിന്റെ ഇടയ്ക്കൊന്ന് ശ്വാസം എടുത്ത് പാടിയേ. ഇത് ഒരു ഡാമേജ് വരത്തില്ല. അവിടെ കൊണ്ട് ശ്വാസം എടുക്കാമല്ലോ. നമ്മൾക്ക് ശ്വാസം കിട്ടുമെന്നുള്ളത് നമുക്കെല്ലാം അറിയണ്ടേ. അതിലത്ത് താമസിക്കുന്ന പത്മനാഭനാണ് അറിയേണ്ടത്, നമുക്കെല്ലാം അറിയേണ്ടത്. അപ്പോൾ അത് മനസ്സിലാക്കണം എപ്പോഴും. ഇത് നല്ല പാട്ടുകാരിയാണ് ദേവി, ഒരു ഡൗട്ടും ഇല്ല അതിൽ കേട്ടോ. അപ്പം ശരിയായിക്കൊള്ളണം. അടുത്ത വട്ടം വരും കലക്കണം കേട്ടോ. രസമുണ്ടായിരുന്നു. നല്ല സോങ് സെലക്ഷൻ, ഉഗ്രം പാട്ടാണ്. പിന്നെ ബാക്കി ക്രെഡിറ്റ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇത് തന്നെ മോളെ, ഞാൻ ആകെ ബ്രെത്ത് കൺട്രോൾ ആണ് എഴുതിയത്. ബ്രെത്ത് ശരിക്കും
അത് നമ്മൾ നമ്മുടെ ഒരു കൺട്രോളിൽ വരുത്തണം കേട്ടോ. ദേവിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കോമ്പറ്റീഷൻ ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണിത്. അപ്പം നമ്മൾ എല്ലാ മേഖലയിലും നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കണം, എസ്പെഷ്യലി ബ്രെത്ത്. കാരണം ഇതുപോലത്തെ പാട്ടുകൾ ഇനിയും വരാം നിന്നെ ഉറക്കാൻ. അതാണ് രണ്ട് ഭാഗത്തും ചെറിയൊരു ഡാമേജ് പോലെ പറ്റിയത്. ഇപ്പം ഇന്ന സ്ഥലത്ത് ബ്രെത്ത് എടുത്ത് നോക്കുന്നവരിപ്പം ഒരു കുഴപ്പമില്ലായിരുന്നു. അതാണ് പറഞ്ഞത്, പ്ലാൻ ചെയ്യണം. റിഹേഴ്സൽ ടൈമിൽ തന്നെ ഇന്ന സ്ഥലത്ത് ബ്രെത്ത് എടുക്കാം, അന്ന സ്ഥലത്ത് മാത്രം ബ്രെത്ത് എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യണം. അതാകുമ്പോൾ ഇവിടെ വന്ന് പാടുമ്പോൾ കുഴപ്പമുണ്ടാവില്ല. ഓക്കെ. പിന്നെ ഈ പറഞ്ഞാൽ ഭയങ്കര സ്വിച്ചിങ് ഉള്ളൊരു പാട്ടാണ്. ഇപ്പം അനുപല്ലവിയുടെ എൻഡ്, ചരണത്തിൻ്റെ എൻഡ് ഭയങ്കര ഹൈയിലാണ്. ആ ഹൈന്ന് നേരെ ഒറ്റയടിക്ക് വേറെ ബീജിയോ കാര്യങ്ങളൊന്നും, അത് എനിക്കൊന്നും ബീജി ഇല്ലാന്ന് തോന്നുന്നു, ഒറ്റയടിക്കാണ് തിരിച്ച് പാതിരാവായിലേക്ക് നേരെ ലോ റേഞ്ചിലേക്ക് വരുന്നത്. അപ്പം ആ സ്വിച്ചൊക്കെ കുറച്ചുകൂടെ അറിയാത്ത രീതിയിലാവാം. ഇത് പെട്ടെന്ന് ആ ടോൺ ഉണ്ടല്ലോ അത് വന്നു. അപ്പം ഐഡിയസ് ഒന്ന് ട്രെയിൻ ചെയ്താൽ സ്ട്രോങ് ആക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ബാക്കി ഈ പറഞ്ഞ ബ്രെത്തിന്റെ പരിപാടികളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. ഓക്കെ, ഓക്കെ സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ഓക്കെ, മാർക്സ് ചോദിക്കാം. ചോദിക്കാം. ശരത് സർ. 8.6 മാർക്സ്. താങ്ക് യു സർ. താങ്ക് യു സർ. ഷാനിക്ക. 8.5. താങ്ക് യു സർ. നല്ല ഒരു മാർക്ക് ഞാൻ ഇതിൽ ഇടുന്നുണ്ട്. ഓക്കെ. താങ്ക് യു മാം. ഓക്കെ, സോ ടോട്ടൽ 17.1. ഓക്കേടാ.